നമസ്കാരം. ബംഗ്ലാദേശിലെ മനുഷ്യാവകാശ കമ്മീഷൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, അതുപോലെ തന്നെ അഴിമതി വിരുദ്ധ കമ്മീഷൻ, അറ്റോർണി ജനറൽ, സുപ്രീം കോടതി ജഡ്ജിമാർ ഇവരൊക്കെ തന്നെ രാജിവെക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി ബാർ കൗൺസിൽ അസോസിയേഷൻ. ഒരു അടിമുടിയുള്ള ഒരു മാറ്റം ആഗ്രഹിച്ചുകൊണ്ട് ഇസ്ലാമിക മതതീവ്രവാദികളായിട്ടുള്ള സംഘം നടത്തുന്ന അക്രമത്തിൻ്റെ ഒരു ബാക്കി പത്രം അല്ലെങ്കിൽ തുടർച്ച എന്നുള്ള നിലയ്ക്കൊക്കെ തന്നെയാണ് ഈ നീക്കത്തെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനോടൊപ്പം ഇന്ത്യയോട് ഇയാൾ ഒരു ആവശ്യം കൂടി മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇന്ത്യയിലേക്ക് രാജിവെച്ച ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയെയും അവരുടെ സഹോദരിയെയും അറസ്റ്റ് ചെയ്ത് ഇന്ത്യ ബംഗ്ലാദേശിലെ നിലവിലെ ഭരണകൂടത്തിന് കൈമാറണമെന്നും അവർ ധാരാളം ആളുകളുടെ ജീവൻ അപായപ്പെടുത്തിയ സാഹചര്യത്തിന് കാരണക്കാരിയായിട്ടുള്ളവരാണെന്നും അതുകൊണ്ട് തന്നെ അവർ അവിടെ ജയിലിൽ കഴിയേണ്ടതുണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അവരെ പ്രോസിക്യൂഷൻ നടത്തേണ്ടതായിട്ടുണ്ട് എന്നൊക്കെയുള്ള ആവശ്യമാണ് ഇയാൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതേ സാഹചര്യത്തിൽ തന്നെ ഇന്ത്യയിൽ അഭയം തേടിയ രാജിവെച്ച ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഇവിടെ സൈനിക സുരക്ഷാ ഏജൻസികൾ നിശ്ചയിച്ച സ്ഥലത്ത് സ്വസ്ഥമായിട്ട് സുരക്ഷിതയായിരിക്കുന്നു എന്ന് മാത്രമല്ല, അവരുടെ അവശ്യ വസ്തുക്കളൊക്കെ പർച്ചേസിംഗ് നടത്തിയ വാർത്തകളുമൊക്കെ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നുണ്ട്. ഈ സാഹചര്യങ്ങളൊക്കെ ഇരിക്കുമ്പോഴും അവിടുത്തെ ന്യൂനപക്ഷ മതവിഭാഗമായിട്ടുള്ള 8% വരുന്ന ഹൈന്ദവ സമൂഹവും അവരുടെ ആരാധനാലയങ്ങളും വളരെ മാരകമായിട്ടുള്ള രീതിയിൽ, വളരെ പൈശാചികമായിട്ടുള്ള രീതിയിൽ ആക്രമിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇന്ന് ഏറെ നമ്മെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയായിട്ട് നിലനിൽക്കുന്നത്. ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെടുന്നു, ക്ഷേത്രങ്ങൾക്ക് തീവയ്ക്കുന്നു എന്ന് മാത്രമല്ല, പച്ചയായിട്ടുള്ള മനുഷ്യരെ, കൊച്ചു കുട്ടികളെപ്പോലും പച്ചയ്ക്ക് ജീവനോടെ തീ കൊളുത്തുവാൻ വേണ്ടിയിട്ട് ഈ വളരെ ക്രൂരന്മാരായിട്ടുള്ള തീവ്രവാദികൾക്ക് മടിയില്ല എന്നുള്ളതാണ് ഈ വിഷയത്തിൽ നാം നോക്കിക്കാണേണ്ടതായിട്ടുള്ള ഒരു വസ്തുത. ഇതിനെതിരെ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് നിരന്തരം വാതോരാതെ സംസാരിക്കുന്ന നമ്മുടെ കേരളത്തിലെ ഇവിടുത്തെ സാഹിത്യകാരന്മാരെയും പുരോഗമന ചിന്താഗതിക്കാരെയും അതുപോലെ തന്നെ മനുഷ്യാവകാശ പ്രവർത്തകരെയും ആരെയും നമ്മൾ രംഗത്ത് കാണുന്നില്ല എന്നുള്ളതും വളരെ വിഷമകരമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ്. ലോകത്തെ ഏത് കോണിലും ഏതൊരു ജീവജാലങ്ങൾ ആക്രമിക്കപ്പെട്ടാലും പ്രതികരിക്കുന്ന ഈ കേരളത്തിൻ്റെ പുരോഗമന വക്താക്കൾ വാ മൂടിക്കെട്ടി, കണ്ണു മൂടിക്കെട്ടി ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു കൂട്ടക്കൊല അറിയാതെ പോകുന്നു എന്നുള്ളത് വളരെ ഖേദകരമാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ സാധ്യമല്ല. ഈ ഒരു സാഹചര്യത്തിൽ ബംഗ്ലാദേശിലെ മുഴുവൻ ആക്രമിക്കപ്പെടുന്ന ഹിന്ദുക്കൾക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ടതായിട്ടുള്ള ഒരു ബാധ്യത മുഴുവൻ ഭാരതത്തിലെ ഹിന്ദു സമാജത്തിനുമുണ്ട്, ഹൈന്ദവ സംഘടനകൾക്കുമുണ്ട്. ഈ സാഹചര്യമൊക്കെ നിലനിൽക്കുമ്പോൾ മലയാളികളായിട്ടുള്ള നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു വസ്തുതയുണ്ട്. ആ വസ്തുത എന്ന് പറയുന്നത്, ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രി പ്രാണരക്ഷാർത്ഥം അവിടെ നിന്ന് രാജിവെച്ച് രാഖിരാമാനം നമ്മുടെ ഭാരതത്തിലേക്ക്, ഇന്ത്യയിലേക്ക് പ്രാണനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു എന്നുള്ള ആ വാർത്തകളൊക്കെ പുറത്തു വരുമ്പോൾ യഥാർത്ഥത്തിൽ ഇവിടുത്തെ കേരളത്തിൻ്റെ ചില ക്ഷുദ്രജീവികൾ അല്ലെങ്കിൽ ഈ മത തീവ്രവാദത്തോട് താരതമ്യപ്പെട്ട് അല്ലെങ്കിൽ അവർക്ക് പിന്തുണ കൊടുത്ത് അതേ മത തീവ്രവാദം കേരളത്തിൽ വളർത്തുവാൻ വേണ്ടിയിട്ട് ഈ ഇന്ത്യയിലും ഇതുപോലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ അടുത്ത് ഈ സ്ഥിതി വരാൻ പോകുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോഡിക്കാണ് എന്നുള്ള തരത്തിലൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിൽ പ്രചരിപ്പിക്കുന്ന തീവ്രവാദികളോട്, ഇത്തരത്തിലുള്ള വിഷജന്തുക്കളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമാണ്. നിങ്ങൾ ബംഗ്ലാദേശിലെ കലാപത്തെ കണ്ടിട്ട് അടുത്ത ഈ ഗതി മോഡിക്കാണ് വരുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ മാത്രമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഇത്തരത്തിലുള്ള ഈ ബംഗ്ലാദേശിൽ നടക്കുന്നത് പോലുള്ള കലാപങ്ങൾ നടത്തുവാൻ വേണ്ടിയിട്ട് ഇതിനു മുമ്പ് പരിശ്രമം നടത്തിയിട്ടുണ്ട്. നിങ്ങൾ പരിശ്രമം നടത്തിയ ഒരു സ്ഥലത്തിൻ്റെ പേര് മുസാഫർ നഗർ എന്നായിരുന്നു. നിങ്ങൾ പരിശ്രമം നടത്തിയ ഒരു സ്ഥലത്തിൻ്റെ പേര് ഗോദ്ര എന്നായിരുന്നു. ഗുജറാത്തിലും അങ്ങനെ മുസാഫർ നഗറിലുമൊന്നും നിങ്ങൾക്ക് പരിശ്രമം നടത്താത്തത് കൊണ്ടല്ല, നിങ്ങൾ നടത്തിയ പരിശ്രമം വിഫലമായതുകൊണ്ടാണ്. പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള പരിശ്രമങ്ങൾ നിങ്ങൾ നടത്തി,
പക്ഷേ അതിനെ വിഫലമാക്കുവാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ദേശീയ ജനതയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ദേശീയ ജനവിഭാഗം പ്രതിനിധാനം ചെയ്യുന്ന ഹൈന്ദവ സംഘടനകൾക്ക് അതിനുള്ള ശേഷിയുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെയൊന്നും കണ്ട് ഭയന്ന് വിറങ്ങലിച്ച് വീട്ടിനുള്ളിൽ കയറുന്ന ഒരു സമൂഹമല്ല നമ്മുടെ ഭാരതത്തിലെ ഹൈന്ദവ സമൂഹം. ഉരുളയ്ക്കുപ്പേരി പോലെ നിങ്ങൾ ഇങ്ങോട്ട് ഈ നാടിൻ്റെ സ്വൈരത കെടുത്തുവാൻ വേണ്ടിയിട്ട് ഒരു നീക്കം നടത്തിയാൽ നിങ്ങളുടെ പാളയങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് നിങ്ങളെ നിലയ്ക്ക് നിർത്തുവാൻ വേണ്ടിയിട്ടുള്ള ആർജവമുള്ള ഹൈന്ദവ സംഘടനകൾ പ്രവർത്തിക്കുന്ന ഈ നാട്ടിൽ നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ കാണുമ്പോൾ ആനന്ദത്തിൻ്റെ അങ്ങനെ സന്തോഷത്തിൻ്റെ അർമാദിപ്പിൻ്റെ വാക്കുകൾ ഇങ്ങനെ ആ ഭീകര വാക്കുകൾ ഇങ്ങനെ പുറത്തു വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള, നിങ്ങൾ മനസ്സിൽ അടിവരയിട്ട് ഓർമ്മിക്കേണ്ടതായിട്ടുള്ള ആ വസ്തുത എന്ന് പറയുന്നത് ഗുജറാത്തും മുസാഫർ നഗറും ഒക്കെ തന്നെയാണ്. ഇവിടെയെല്ലാം നിങ്ങൾക്ക് കിട്ടിയ മറുപടികൾ, ഈ രാജ്യം നിങ്ങൾക്ക് തന്ന മറുപടി, അത് കൃത്യമായിട്ട് നിങ്ങളുടെ സമൂഹവും നിങ്ങൾക്ക് നേതൃത്വം നൽകുന്ന നേതാക്കന്മാരും ഇത്തരത്തിൽ പറയുന്ന ആളുകളുമൊക്കെ ഓർമ്മിച്ച് കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഈ ഇത്തരത്തിലുള്ളൊരു മൂവ്മെൻറ്റ് നിങ്ങൾ ഭാരതത്തിൽ ആരംഭിച്ചാൽ ആ ആരംഭിക്കുന്ന സ്ഥലത്തു തന്നെ അവസാനിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സാധിക്കും. അതിനു വേണ്ടിയിട്ട് നാളിതുവരെ സാധിച്ചിട്ടുണ്ട്. ഇനിയും അങ്ങോട്ട് അത്തരത്തിൽ തന്നെയാവും നമ്മുടെ പ്രവർത്തനം. ഈ വിവരം നിങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ കൂടി വേണ്ടിയിട്ട് ഈ സാഹചര്യം ഉപയോഗിക്കാം എന്നുള്ളതിൽ യാതൊരു തെറ്റുമില്ല. നന്ദി, നമസ്തേ.